വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോ. ഇപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നിരുന്നാലും കുറേ പിള്ളേർ എന്ത് ചെയ്യാം ഇതിന്റെ വയ്യ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ സമയം കളയുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു നോട്ടീസ് അല്ല നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ആ ഒരു നോട്ടീസ് ജനുവരി 8 ഏകദേശം ഒരു 3 മണിയോടെ ആകുമ്പോഴാണ് എന്റെ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അതിനുശേഷം അന്നധികം ഈ ഒരു നോട്ട്സ് അധികം സർക്കുലേറ്റ് ആ ഒരു സമയത്ത് അധികം സർക്കുലേഷൻ നടന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പിന്നെ ഇമേജ് ഡോക്യുമെന്റ് ആയിട്ട്. പിന്നെ 9 രാവിലെ ആകുമ്പോഴത്തേക്ക് പല യൂട്യൂബ് ചാനലും എന്തെയ്യാ അതായത് ഫേമസ് ആയ യൂട്യൂബ് ചാനലൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ബാക്കി കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഉള്ള എല്ലാവരും എന്തെയ്യാ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് എന്ത് അത് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറായി. അപ്പൊ കുറെ പേര് എന്ത് 2025 വരെ നോട്ടിഫിക്കേഷൻ ഇനി വരില്ല എന്ന് വരെ എന്താ ഡിസൈഡ് ചെയ്തു. കുറെ പേര് പല ഗ്രൂപ്പുകളിലും എന്താ അങ്ങനെ ഡിസിഷൻ എടുത്തു. പിള്ളേര് തന്നെ എടുത്തു. പക്ഷെ ഇതിൽ നിങ്ങൾ ഏറ്റവും അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇത് ഒഫീഷ്യൽ ആണോ അൺഒഫീഷ്യൽ ആണോ? നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റെയിൽവേയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്നും എന്ത് ചെയ്യാം ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ നോക്കി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവത്തിലും എന്താ റെയിൽവേയുടെ ഒരു സംഭവത്തിലും ഈ ഒരു കാര്യമില്ല. റെയിൽവേയിൽ വർക്ക് ചെയ്തവരോട് അന്വേഷിച്ചു. അവർക്കും എന്ത് ഇതിനെപ്പറ്റി ധാരണയില്ല. ഓക്കെ. അപ്പോ നിങ്ങൾ മെയിൻ ആയിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ റെയിൽവേയുടെ സൈറ്റ് നിങ്ങൾ കണ്ടു അന്ന് തൊട്ട് മാത്രമേ ഇതെന്താവുള്ളൂ ഒഫീഷ്യൽ ആവുള്ളൂ. അല്ലാത്ത കേസിൽ എന്താ ഇത് അൺഒഫീഷ്യൽ ആണ്. അപ്പൊ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് അതിന്റെ പുറകെ നടന്ന് നിങ്ങൾ സമയം കളയുന്നതിനെ വെറുതെ. കാരണം ഇത് സീരിയസ് ആയിട്ട് പഠിക്കുന്ന പലരും ഈ ഒരു സാധനം കണ്ടിട്ട് എന്താ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടുണ്ട്. ആ ഒരു പ്രിപ്പറേഷൻ തന്നെ എന്താ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അങ്ങനെ ആയിട്ട് എന്താ പ്രിപ്പറേഷൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അവര് പറഞ്ഞേക്കുന്നത് ഈ ഒരു സാധനം കണ്ടുകൊണ്ടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡള്ളായി പോയി എന്നൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ഫേക്ക് ആണെന്ന് നമുക്ക് വിചാരിക്കാം അൺടിൽ ഈ ഒരു സാധനം എന്താ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്നത് വരെ. ഓക്കെ, ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അതിന്റെ മീനിങ് എന്താ? ഇത് ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടില്ല. അതിന്റെ മീനിങ് ഇതുവരെ ഇത് ഒഫീഷ്യൽ ആയിട്ടില്ല. ഇനിയിപ്പോ ഭാവിയിൽ ഇത് ഒഫീഷ്യൽ ആവുമെന്നില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, കാരണം എന്താ ഒഫീഷ്യൽ സൈറ്റിൽ മേ ബി വരാം. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ വരാം. പക്ഷെ ഇതുവരെ ഇത് ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടില്ല. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവര് ജെഇയുടെ കാര്യം അതേപോലെ ടെക്നീഷ്യന്റെ കാര്യം DMS CMAയുടെ കാര്യമൊക്കെ പാരാമെഡിക്കലിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവരെന്താ ALPയുടെ കാര്യം അവരവിടെ മിണ്ടിയിട്ടില്ല. ഓക്കെ, എന്താണ് ഇതിലുള്ള കണ്ടന്റ് എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു 22 ബാർ ERRB 25/8 എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ എന്തിയാ ഉണ്ട്. 25/8/2023 ബോർഡിന്റെ ഒരു ലെറ്റർ ഉണ്ട്. ഓക്കെ, ആ ഒരു ലെറ്റർ പ്രകാരം 31/12/2023 വരെയുള്ള എല്ലാ വേക്കൻസീസും എന്തിയാ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു പാനൽ ആക്കിയിട്ടുണ്ടാവല്ലേ, ആ ഒരു പാനൽ എന്തിയാ റിക്രൂട്ട്മെന്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇന്ന് 8 ഇറങ്ങിയ ഒരു ലെറ്ററിൽ എന്താ പറഞ്ഞേക്കുന്നത്? അത് 30/6/2025 വരെ ആക്കിയിരുന്നു. ഓക്കെ, 30/6/2025 വരെ റേസിംഗ് അപ് ടു 30/6/2025 എന്നുള്ള രീതിയിലാക്കി. ബൈ സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ്സ് അവൈലബിൾ വിത്ത് their respective catering RRBs considering the medical fitness and similar qualifications etc. as per their administrative need and subject to the same condition as mentioned in the board's letter. അതേപോലെ ഈ ഒരു ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ അവിടെ പുതിയ ഒരു റൗണ്ട് എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പാടില്ല. ഓക്കെ, പുതിയ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെ പുതിയ റൗണ്ട് എന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ എന്തിന്റെ കേസിലാണ്? ജെഇന്റെ കേസിലും ടെക്നീഷ്യന്റെ കേസിലും അതേപോലെ DMS CMA എന്നുള്ള കേസിലൊക്കെയാണ് വരുന്നത്. ALPയുടെ കേസിൽ എന്താ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാര്യം നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ വരുന്നത് വരെ എന്താ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല, അൺഒഫീഷ്യൽ ആണ്. അപ്പൊ നമുക്ക് അതുവരെ നമുക്ക് എന്താ ഫേക്ക് ആണ് നമുക്ക് വിചാരിക്കാം. അപ്പൊ ഇതിപ്പോ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ അത് ഒഫീഷ്യൽ ആണെന്ന് തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇതില് ഞാൻ മനസ്സിലാക്കിയത്
ALPന്റെ കേസിൽ എന്ത് നമ്മളുടെ പാനലുള്ള എല്ലാവരും അവര് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ALPന്റെ കേസിൽ അതുകൊണ്ടാണ് അവരുടെ ALPന്റെ കാര്യം ഇവിടെ പറയാൻ. ഈ ഒരു കാര്യം അറിയുന്ന ആരെങ്കിലും ആണ് ഫേക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ ആ ALPയുടെ കാര്യം അറിയുന്നവരായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ALPയുടെ കേസിൽ ഏകദേശം എല്ലാവരും പാനുള്ള എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ALPയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് എന്ന് എഴുതിയിട്ട് അവര് പുറത്തു വിട്ടേക്കുന്നത്. ബാക്കി ജെഇന്റെ കേസിലും ടെക്നീഷ്യൻ കേസിലൊക്കെ അവിടെ ഒരു സ്റ്റാൻഡ് ബൈ കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് നമുക്ക് ഫേക്ക് ആണെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ 2024 വരുമോ 2025 വരുമോ എന്നില്ല, നിങ്ങൾ ഇത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. വന്നു ഇല്ല, ഒഫീഷ്യലായിട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെ ഇതെന്താ ഒഫീഷ്യൽ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ വെറുതെ സമയം കളയണ്ട, നിങ്ങളുടെ സമയം കളയണ്ട. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ ഇതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യുന്നവരൊക്കെ പഠിക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിച്ച ഒരു സ്ഥലത്തെത്തി, അപ്പൊ പിന്നെ ആ ഒരു കണ്ടിന്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. വെറുതെ ബാക്കിയുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഇതുവരെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ഒഫീഷ്യൽ അല്ല. ഒഫീഷ്യൽ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ ആണ്, നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.